ഈ കൊൽക്കത്തയിലെ ദേശാഭിമാനി പ്രതിനിധിയായ ശ്രീ ഗോപി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സ്വാതി, ദയവായി തുടരൂ. ശ്രീ ഗോപി, എന്താണ് ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം വലിയ ഒരു ജനസാന്ദ്രതയുള്ള പ്രദേശമെന്ന രീതിയിൽ ഉണ്ടായിരുന്നതിനെ ഇപ്പോൾ ജ്യോതി ബസുവും ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒക്കെ ഭരിക്കുന്ന സമയത്തിൽ, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഞാൻ വളരെ നിഷ്പക്ഷമായ മാധ്യമ നിരീക്ഷണമാണ്, ഭരിക്കുന്ന സമയത്ത് വളരെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പല വിധത്തിലുമുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിട്ട് പോലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൊണ്ടുപോയ ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ. എന്നാൽ മമതാ സർക്കാർ എത്തിയതിനു ശേഷം അവിടെ നടക്കുന്ന ക്രമസമാധാന വീഴ്ചകൾ, സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഈ ബലാത്സംഗം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഈ സ്പെസിഫൈഡായ കേസ് തന്നെ എടുത്താൽ, ഈ ഘർ ആശുപത്രിയിലെ കേസ് തന്നെ എടുത്താൽ, അവിടെ ആദ്യഘട്ടത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചത്, ഇപ്പോൾ കോടതിയുടെ വിമർശനം, വധശിക്ഷ പോലും വാങ്ങിക്കൊടുക്കാനാകാതെ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടത്, CBIയുടെ വീഴ്ച, ഇതൊക്കെ അടയാളപ്പെടുത്തേണ്ടതില്ലേ? എന്താണ് ബംഗാൾ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കാവുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ? ശ്രീ ഗോപി. അല്ല, ഈ ഒരു സംഭവം മാത്രമല്ല, ബംഗാളിലെ പൊതുവിലെ എത്രയോ കാലം കൊണ്ട് ഇതുപോലെപ്പെട്ട എത്ര സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. ഇതിപ്പോ അതിലൊന്നു മാത്രം, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. നിരവധി സംഭവങ്ങൾ ഈ കഴിഞ്ഞ മമതാ സർക്കാർ അധികാരമേറ്റ 13 വർഷത്തിനുള്ളില് എത്രയോ സംഭവങ്ങള്, അക്രമങ്ങള്, കൊലപാതകങ്ങള് ഒക്കെ ബംഗാളിൽ അരങ്ങേറിയിരിക്കുന്നു. അതിപ്പോ ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിലെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണിത്. ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസാണിത്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കാൻ പ്രധാനം കാരണം തന്നെ ഇതങ്ങനെ ഒരു സ്ഥാപനത്തില്, ഒരു മെഡിക്കൽ കോളേജില് ഉള്ളിലൊരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്തപ്പെട്ട പോലെ ആദ്യം ഇതും തേച്ചു വായിച്ച് കളയാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും അവരെ പിന്തുണയ്ക്കുന്ന 10 ആളുകളും ഇത് കൊണ്ടുവന്നത് മാത്രമാണ് ഇത് ദേശീയ തലത്തിലേക്ക് തന്നെ ഉയർന്നു വന്നത്. വളരെയധികം. അല്ലെങ്കിൽ ഇതും മറ്റുള്ള പല കേസുകളും ഇതും ഒരു പക്ഷേ തേച്ചുവാച്ച് പോകുമായിരുന്നു. എത്രയോ തേച്ചുവാച്ച് കളഞ്ഞിരിക്കുന്നു. അതാണ് ഈ ശ്രീ ഗോപി, ഇന്നിപ്പോൾ ഇവിടെ ഒരു വിധി നടന്നു. ഒരു പയ്യനെ, അല്ലെങ്കിൽ ഷാരോൺ എന്ന ഒരു യുവാവിനെ വിളിച്ചു വരുത്തി കൊല ചെയ്യപ്പെട്ട സംഭവം. അതിനേക്കാൾ എത്രയോ ക്രൂരതയാണ്. ക്രൂരതയ്ക്ക് അങ്ങനെ മാനദണ്ഡം വെക്കുന്നത് ശരിയല്ല, പക്ഷേ എങ്കിൽ പോലും ഒരു വനിതാ ഡോക്ടറെ അങ്ങനെ പിച്ചി ചീന്തി നമ്മളൊക്കെ വേദനിക്കുന്ന തരത്തിലേക്ക് കൊല്ലപ്പെട്ടൊരു സംഭവമാണ്. ആ സംഭവത്തിൽ ഇവിടെ വധശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഇവിടുത്തെ സർക്കാരിനും പ്രോസിക്യൂഷനും പോലീസിനുമായി. പക്ഷേ അവിടെ അതായില്ല. അത്രയേറെ മെറിറ്റ് ആ വിഷയത്തിലുണ്ടായിട്ട് പോലും അതിന് ഒരു പ്രധാന കാരണം വധശിക്ഷ നമ്മൾ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ എങ്കിൽ പോലും ഒരു പരമാവധി ശിക്ഷ കണ്ടെത്തി കൊടുക്കാനും, അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനും പരാജയപ്പെട്ടില്ലേ മമതാ സർക്കാർ? അല്ല, ഇതിപ്പോ മമതാ ബാനർജി ഇതനുസരിച്ചൊരു പ്രതികരണം ഇപ്പൊ വന്നിരിക്കുന്നു. അതായത് ഞങ്ങളല്ല കേസ്, അവര് പറഞ്ഞു ഞങ്ങളല്ല കേസ് വെച്ച CBI ആണ് നടത്തുന്നത്. ഞങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ കുറച്ചുകൂടെ കാര്യമായിട്ട് ഇത് വാദിക്കുമായിരുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പൊ പ്രതികരിക്കുന്നത് വലിയ തമാശയാണ്. കാരണം പ്രതിയെ പിടിക്കാൻ പോലും ഇല്ലാതെ ആവാതെ അവസാനം ഡോക്ടർമാർ, കേരളത്തിലടക്കമുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ സമരം ചെയ്ത സംഭവഘട്ടങ്ങളൊക്കെ മമത മറക്കുന്നു. ഓർമ്മശക്തിയെ പരിഹസിക്കുകയാണ് മമത. ഇപ്പൊ അതാണ് CBI ആണ് കുറ്റം പറയുന്നത്. CBI വേണ്ട രീതിയിൽ കേസ് എടുത്തില്ല. അത് കോടതിയിൽ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല. CBIയുടെ വീഴ്ചയുണ്ട്, അത് ശരിയാണ്. പക്ഷേ CBIയുടെ വീഴ്ച ഉള്ളപ്പോൾ തന്നെ അത് ബംഗാൾ പോലീസ് നടത്തിയ തുടക്കത്തിലുള്ള വീഴ്ചയുടെ അനുരണനങ്ങൾ കൂടിയാണ് CBIയുടെ പ്രതിഫലിച്ചത്, അല്ലേ? ഒരു വ്യക്തമാണ്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ കേസ് തേച്ചു പഴിക്കാനും ഇല്ലാതാക്കാനും അവിടുത്തെ തെളിവുകൾ നശിപ്പിക്കാനും പരമാവധി പോലീസ് ഇടപെട്ടല്ലോ. ഈ സിവിൽ വാളന്റ്, ഇത് കൊല ചെയ്ത ആള് തന്നെ പോലീസിന്റെ ഒരു ഭാഗമാണല്ലോ. സിവിൽ വാളണ്ടിയർ എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഒരു ഭാഗമാണ്. പോലീസിന്റെ ഒരു വാളണ്ടിയർ ഫോഴ്സിൽ പുറത്ത് ജോലി കൊടുക്കാനും വേണ്ടി അവർക്ക് തൃണമൂലിലെ പ്രവർത്തകർക്ക് ജോലി കൊടുക്കാൻ, പോലീസ് ജോലി കൊടുക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് തന്നെ അവരുടെ ഭാഗമാണ്. അയാൾക്കായി ഈ ഭാഗത്തൊന്നും പോകേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ ഒരു സെക്യൂരിറ്റി ജോലിക്ക് അയാളെ നിയമിച്ചിരുന്നു. പക്ഷെ അയാൾക്ക് എല്ലാ സ്ഥലത്തും, അയാൾ തൃണമൂൽ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു. അയാൾക്ക് കോളേജില് പ്രിൻസിപ്പലിന് അടുത്ത് വരെ വളരെ ആക്സസുള്ള ആളായിരുന്നു. എപ്പോഴും ഏത് സ്ഥലത്തും കയറിപ്പോകാനും എല്ലാ ഡിപ്പാർട്ട്മെന്റും അങ്ങനെയാണല്ലോ ഇയാൾ കയറിപ്പോയത്. ഈ കുട്ടി ഇരുന്ന് അങ്ങനെയാണല്ലോ. അപ്പൊ അത്രത്തോളം സ്വാതന്ത്ര്യം അയാൾക്ക് അവിടെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യമല്ല, സ്വാധീനം ഉണ്ടായിരുന്നു ഇവിടെ കടക്കാരും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് അയാളത് കൊല ചെയ്യപ്പെട്ടെ. മാത്രമല്ല അയാളെ ഉപയോഗിച്ചതാണ് എന്നുള്ളത് വളരെ
ഇപ്പൊ പറയും പ്രതികരിക്കുന്നില്ല ആ രീതിയിൽ കാണുന്നത് കോടതിയുടെ വിധി വന്ന കാര്യത്തില്. അങ്ങനെയാണ് പൊതുവിലൂടെ എല്ലാവരും വിശ്വസിക്കുന്നത്. ഇതിന്റെ പുറകിൽ സംഘടിതമായ ഒരു ഗ്രൂപ്പുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉള്ള സംഘടിതമായ ഒരു രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുമ്പോൾ അത് പുറത്തല്ല. ഇന്ന് ബംഗാളിൽ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുമ്പോൾ അത് ആർക്കാണെന്നുള്ളത് വ്യക്തമാണ്. വേറെ ആർക്കും അത് CPIM-നോ കോൺഗ്രസിനോ ഒന്നും അവിടെ കടമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ ഭരണകക്ഷിക്ക് തന്നെയാണ്. അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എന്തും നടക്കാം എന്നുള്ളതാണ് ഇന്ന് സംസ്ഥാനത്ത് നടക്കുന്നത്. അത് ഈ മെഡിക്കൽ കോളേജിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. മാൾഡ മെഡിക്കൽ കോളേജിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നടന്നു. ബർദ്വാൻ മെഡിക്കൽ കോളേജിൽ നടന്നു. സിലിഗുരി ഉത്തർ ബംഗാൾ മെഡിക്കൽ കോളേജിൽ ഇതുപോലെ നടന്നു. പലയിടത്തും നടന്നു. പക്ഷെ ഇത് വളരെ വിവരമായ രീതിയിൽ ഉന്നത തലത്തിൽ തന്നെ കൈയുള്ള രീതിയിൽ അവിടുത്തെ പ്രിൻസിപ്പലിനെ കൊണ്ട് പങ്കാളിത്തോടുകൂടി അവിടെ പല കോടിക്കണക്കിന് രൂപയുടെ തിരിമറികൾ, അഴിമതി, വൻതോതിലുള്ള അഴിമതി തീർച്ചയായും ഗോപി